എടുത്തു പറയാൻ ആറാട്ടണ്ണൻ. പടം പോരാ, കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഒരു രക്ഷയില്ല. അവസാനത്തെ ഒരു 15-20 മിനിറ്റ് കണ്ടോണ്ടിരിക്കണം. അഭിനയം ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ആണ് അടിപൊളിയായിട്ട്. കുറച്ച് ലാഗ് ഉണ്ട്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന്റെ തുടക്കം കുറച്ച് ലാഗ് ഉണ്ട്, പക്ഷെ ക്ലൈമാക്സ് വന്നിട്ട് കിട്ടില്ല. വേറെ ഒരു പടം തന്നെയാണ്. എന്നാ പണല മണ്ണി വെച്ചേക്കണേ. ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് ട്വിസ്റ്റ്, കിടിലം പടം. ക്ലൈമാക്സ് ഒരു അരമണിക്കൂർ സസ്പെൻസ് ത്രില്ലറാണ്, ഗെയിം ത്രില്ലറാണ്, ന്യൂ ജനറേഷൻ ഫിലിമാണ്, 100% ന്യൂ ജനറേഷൻ ഫിലിമാണ്. അവസാനത്തെ അരമണിക്കൂർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കണ്ടു തന്നെ മനസ്സിലാക്കണം. പറയാൻ പറ്റില്ല, കിടിലം പടം. ബിജിഎം ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി കൊള്ളാം, ഫ്രെയിംസും പിന്നെ ക്ലാസിക് മമ്മൂട്ടി സ്റ്റഫ്. ക്ലൈമാക്സ് വന്നിട്ടില്ല, അത്രയ്ക്ക് ഗംഭീരോജ മമ്മൂക്കയുടെ ആ സ്ക്രീൻ പ്രസൻസ്, അഭിനയം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ ഭ്രമയുഗം മറ്റുള്ള സിനിമകൾ നമ്മൾ പല അഭിനയങ്ങളും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസൻസ് നിങ്ങൾ കാണുക, ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ്, ഭയങ്കര ത്രില്ലിംഗ് എന്ന് വെച്ചാൽ കോരി തിരിച്ചിരുന്നു പോയി, അത്രയ്ക്ക് ഗെയിമും. ലാസ്റ്റ് 25 മിനിറ്റ് ആണ് പടം. വിഷു തൂക്കിയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇനിയും മൂവീസ് ഉണ്ടല്ലോ. പക്ഷെ എന്നാലും 25 മിനിറ്റ് ആണ് മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം വരുന്നത്. കൊള്ളാം, നല്ല നൈസ് പടം. BGM എല്ലാം അടിപൊളി, ഒരേ പൊളി. ചെറിയൊരു സീനുണ്ട്. 40 മിനിറ്റ് അടിപൊളി. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം അവസാനത്തെ 40 മിനിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം. ഈ ബസൂക്ക എന്താണ് ആ സംഭവം, അവസാനം 40 മിനിറ്റ് അടിപൊളി, ഒരു രക്ഷയില്ല. അഴിഞ്ഞാട്ടം 75 വയസ്സുകാരന്റെ അഴിഞ്ഞാട്ടം. നല്ല സൂപ്പർ. മമ്മൂട്ടിയുടെ അഭിനയം ഞാൻ കാലങ്ങളായി പടം കണ്ടിട്ടുണ്ട്. ഒന്നും പറയല്ല, എല്ലാം ചെറിയ റോള് ഇല്ല, അതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ക്ലൈമാക്സിൽ. നല്ല പടം. ഒരു പടത്തിന്റെയും ക്ലൈമാക്സ് ആണല്ലോ അതിന്റെ റിസൾട്ട്. നല്ലൊരു ട്വിസ്റ്റ് അവസാനം. മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ കാണണം ആ സംഭവം, അപ്പോഴേ കിട്ടും. ഒരു ഡിഫറെന്റ് ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് പാറ്റേൺ, ഡിഫറെന്റ് സ്ക്രീൻ പ്ലേ, ഇറ്റ്സ് ഗുഡ്. പോയി കാണണം. കളക്ഷൻ വൈസ് ഐ ഡോണ്ട് നോ, ബട്ട് പടം ഒരു രക്ഷയില്ല. ഡിഫറെന്റ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. നല്ല ക്ലൈമാക്സ്, ഗംഭീര ക്ലൈമാക്സ്, നല്ല ട്വിസ്റ്റ്, നല്ല മേക്കിംഗ്. പക്ഷേ കിടിലം പടം. പ്രതീക്ഷ ഇല്ലാതെയാണ് വന്നത്, ശരിയൊരു വലിയ പ്രതീക്ഷ ഇല്ല. ക്ലൈമാക്സ് താർത്തളത്. പടം വേറെ ലെവല്, കാണണം, കണ്ടിരിക്കണം. കാരണം പടം എന്ന് പറഞ്ഞാൽ ഇത്രമാതിരി ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. കാരണം ബ്രസൂക്ക എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ പടമാണ്. ഞങ്ങൾ ഇതുവരെയും കണ്ടാണത്. കാരണം ഗെയിമിംഗ് പടമാണിത്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗെയിമിംഗ് ആണ്. ഗെയിം ടാസ്ക് ആണ്. ഫുള്ളും ടാസ്കിൽ അവസാനം കണ്ടുപിടിക്കണം. അതായത് ട്വിസ്റ്റ് ആണ് പടത്തില്. ആ ട്വിസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ച പടം എങ്ങനെയാണോ അതാണ് വേണ്ടത്. കണ്ടോ, ഞെട്ടി തിരിച്ചു, ഒരു രക്ഷയില്ല. ഡീനോയുടെ സൂപ്പർ ഡയറക്ഷൻ, മമ്മൂക്കയുടെ സ്വാഗ് സ്റ്റൈല്, ഒരു രക്ഷയില്ലാത്ത പടം. ഇത് വിഷു തൂക്കി 100 കോടി, സിമ്പിളായിട്ട് 100 കോടി. മാസീവ് ക്ലൈമാക്സ്, എന്നാ പടമുള്ള ഡയറക്ഷൻ, ആർട്ട്, ജെയ്സ് ബിജോയുടെ മ്യൂസിക്, ഒരു രക്ഷയില്ലാത്ത പടം. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും അത് ഫസ്റ്റ് ഹാഫ് നൈസ്. സെക്കൻഡ് ഹാഫ് എന്റെ അമ്മോ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ട്വിസ്റ്റോടെ ട്വിസ്റ്റ്, മാസീവ് പടം. ഇതുപോലൊരു പടം അടുത്ത് ഇറങ്ങിയിട്ടില്ല. കിടിലം, ഇതാണ് പടം. തൂക്കി കഴിഞ്ഞ് 100 കോടി ഉറപ്പ്. ഇനി ആർക്കും മമ്മൂക്കെ കളിയാക്കി നടക്കണ്ട. സൂപ്പർ പടം. ഞാൻ തുറന്ന് പറയാം, ഞാൻ ലാലേട്ടൻ ഫാനാണ്. പക്ഷെ മമ്മൂക്ക ഈ പടം ഒരു രക്ഷയില്ല. 5 ഡയലോഗുകളെന്ന് വെച്ചാൽ മാസീവ് ഡയലോഗ്. നെക്സ്റ്റ് ലെവൽ മമ്മൂക്ക. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ നടത്തവും എല്ലാ ക്ലൈമാക്സ് സീനാണ്. കൊലമാസ് ഒന്നും പറയാനില്ല. പടം എന്ന് പറഞ്ഞാൽ ഇതാണ് പടം. നമ്മൾ 2 മണിക്കൂർ വെറുതെ ഇരിക്കും. ലാസ്റ്റ് 15 മിനിറ്റ് ബ്രോ, വേറെ ലെവൽ. നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. അടിപൊളി പടമാണ്. അവസാനത്തെ 20 മിനിറ്റ് ഒരു രക്ഷയില്ല. അടിപൊളി, സൂപ്പർ, രക്ഷയില്ല, പറയാൻ ഒന്നുമില്ല.